ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഗവേൺസ് ദ മോഷൻ ഓഫ് ബോഡീസ്, എന്താണ് ഒരു ബോഡീനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചു പാർട്ടിക്കിൾ സ്പേസിൽ മൂവ് ചെയ്യുന്നു, അതിന് നമ്മൾ മെഷർ ചെയ്യാൻ നോക്കി, വെലോസിറ്റി ആക്സലറേഷനൊക്കെ നമ്മൾ മെഷർ ചെയ്തു. ഈ ചാപ്റ്ററിൽ റീസൺ ബിഹൈൻഡ് ദ മോഷൻ ഓഫ് ബോഡീസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ബോഡീനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് ഒരു ഫുട്ബോൾ കൺസിഡർ ചെയ്യാം. റെസ്റ്റിലിരിക്കുന്ന ഫുട്ബോളാണ്. നമ്മളത് കിക്ക് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുകയാണ് ഫുട്ബോൾ. നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നു. എക്സ്റ്റേണൽ ഏജൻ്റായി നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ ആ ഫുട്ബോൾ അവിടുന്ന് മൂവ് ചെയ്യുന്നു. സിമിലർലി ഒരു കല്ല് നമ്മൾ കൈ പിടിച്ചിട്ട് മുകളിലോട്ട് നമ്മൾ എറിയുകയാണ്. അപ്പം നമ്മളൊരു അപ്വാർഡ് ഫോഴ്സാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻ്റാണ്. എക്സ്റ്റേണൽ ഏജൻ്റായി നമ്മൾ ഒരു അപ്വാർഡ് ഫോഴ്സ്, എക്സ്റ്റേണൽ അപ്വാർഡ് ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ ഒബ്ജക്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി സാധാരണ ചെറിയ കാറ്റത്തൊക്കെ ഇലകളിങ്ങനെ ആടും. വലിയ കാറ്റാണെങ്കിൽ, കൊടുങ്കാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റൊരു എക്സ്റ്റേണൽ ഏജൻ്റായി വർക്ക് ചെയ്യുകയും ഈ കാറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യബലം കൊടുക്കുകയും ചെയ്തിട്ടാണ് ഇലകൾ ഇളകുന്നതും മറ്റു വസ്തുക്കളെ അതിൻ്റെ പൊസിഷൻ, റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിൾസിനെയൊക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്ക് വസ്തുക്കളെ മൂവ് ചെയ്യാൻ മാത്രമേ ഫോഴ്സ് കൊണ്ട് സാധിക്കുകയുള്ളൂ? അല്ല, നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വസ്തുക്കളുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് വേണേൽ കുറയ്ക്കാം, മൂവ്മെൻറ്റ് നമുക്ക് റീറ്റാർഡേഷനിലേക്ക് മന്ദഗതിയിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് വസ്തുക്കളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ ഒരു ബോൾ വെക്കുക. ആ ബോൾ ഉരുണ്ട് താഴേക്ക് വരുന്നു. അതിൻ്റെ താഴേക്ക് വരുന്ന ആ ബോളിൻ്റെ മോഷന്, ചലനത്തിന് എതിർ ദിശയിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബോളിൻ്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അപ്പം നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. എക്സ്റ്റേണൽ ഏജൻ്റായി നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ കോണ്ടാക്റ്റ് ഫോഴ്സാണ് അപ്ലൈ ചെയ്തത്, സമ്പർക്ക ബലമാണ് അപ്ലൈ ചെയ്തത്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് വസ്തുവിൽ ഫോഴ്സ് കൊടുക്കുന്നു. നമ്മുടെ കൈ വസ്തുവിൽ കോണ്ടാക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാല് വസ്തുവുമായി കോണ്ടാക്റ്റിലാവുന്നു. അപ്പം കോണ്ടാക്റ്റ് ഫോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ കോണ്ടാക്റ്റ് ഫോഴ്സിന് മാത്രമേ വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ? അല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പറ്റും, മാഗ്നറ്റിക് ഫോഴ്സിന് പറ്റും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എർത്താണ്. ഇപ്പം നമ്മുടെ മാവിലിരിക്കുന്ന മാങ്ങ താഴോട്ടാണ് വീഴുന്നത്, മേലോട്ട് പോകുന്നില്ല. താഴോട്ട് വീഴാൻ കാരണം എന്താണ്? സമ്പർക്ക ബലമാണ്. സമ്പർക്ക ബലം പ്രൊവൈഡ് ചെയ്യുന്ന സമ്പർക്കരഹിത ബലമാണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എർത്ത്, ഭൂമി, എക്സ്റ്റേണൽ ഏജൻ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻറ്റ് അടുത്ത് വേണമെന്നില്ല ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്, സമ്പർക്കരഹിത ബലമാണ്. അപ്പോൾ സമ്പർക്കരഹിത ബലമായതുകൊണ്ട് തന്നെ എർത്ത് ഡയറക്റ്റ് വന്ന് ടച്ച് ചെയ്തിട്ടല്ല മാംഗോനെ താഴേക്ക് ഇടുന്നത്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം കൊടുത്തിട്ടാണ് മാങ്ങ താഴേക്ക് വീഴുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ കേസ്. ബാർ മാഗ്നറ്റ് നമ്മളൊരിടത്ത് വെച്ചാൽ മതി, എന്താണ്, അയൺ നീഡിൽസൊക്കെ അതിലേക്ക് വന്ന് അട്രാക്റ്റഡ് ആകും. കുറേ ഡിസ്റ്റൻസിലല്ല, ഒരു നിശ്ചിത അളവിൽ വെച്ചാൽ നമുക്ക് മാഗ്നറ്റ്സിന് നീഡിൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മാഗ്നറ്റ് എക്സ്റ്റേണൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നിട്ട് മാഗ്നറ്റിക് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സാണ് ഇവിടെ നീഡിൽസിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ ഫോഴ്സ് കൊണ്ട് സാധിക്കും. അതേപോലെ സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ നമുക്ക് ചലനം നിശ്ചലമാക്കാനും ഫോഴ്സ് കൊണ്ട് സാധിക്കും. അതേപോലെ എക്സ്റ്റേണൽ ഏജൻസി മേ ഓർ മേ നോട്ട് ബി ഇൻ കോണ്ടാക്റ്റ് വിത്ത് ദ ഒബ്ജക്റ്റ്, അതും ഒരു വിഷയമല്ല. എക്സ്റ്റേണൽ ഏജൻസി
ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് വേണോ ഒരു യൂണിഫോം മോഷനുള്ള ഒബ്ജക്റ്റിന് ആ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ? വേണ്ട എന്നതാണ് ഉത്തരം. അതിലേക്ക് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ എത്തും.